ഫതുഹുൽ മുബീൻ ക്ലാസ് നമ്പർ 49. ആറാമത്തെ ഹദീസ്, അതാണ് ഇന്ന് ചർച്ചാ വിഷയം. അൽ ഹദീസു സാദിസു, ആറാമത്തെ ഹദീസ്. ആറാമത്തെ ഹദീസിലുള്ള പ്രധാന വിഷയം അൽ ഇബ്തിആദു അനി ശുബ്ഹാത്ത്. ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതെ അകന്നു നിൽക്കുക. അപ്പൊ ശുബ്ഹകളെ തൊട്ട് തിരിച്ചറിയാത്തതിനെ തൊട്ട് ദൂരെയാവുക, അകന്നു നിൽക്കുക എന്നതാണ് ഈ ആറാമത്തെ ഹദീസിലുള്ള ചർച്ച. അൻ അബി അബ്ദില്ലാഹി അൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ തൊട്ടാണ് നിവേദനം. ഖാല, മഹാൻ പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഇന്നൽ ഹലാല ബയ്യിനും വ ഇന്നൽ ഹറാമ ബയ്യിനും വബൈനഹുമാ മുസ്തബിഹാത്തുൻ. തുടർന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനും, നിശ്ചയം ഹലാലായ കാര്യം വ്യക്തമാണ്. വൈന്നൽ ഹറാമ ബയ്യിനും, നിഷിദ്ധമായ കാര്യവും വ്യക്തമാണ്. വബൈനഹുമാ മുസ്തബിഹാത്തുൻ, ഹലാല് ഹറാമ് ഇത് രണ്ടിന്റെയും ഇടയിൽ ഹലാലാണോ ഹറാമാണോ തിരിച്ചറിയാത്തതും ഉണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസി, ജനങ്ങളിൽ അധിക പേർക്കും ആ മുസ്തബിഹാത്തായ കാര്യത്തെ കുറിച്ച് അറിയൂല. അവന് എന്തായി അവിടെ ഉണ്ടാവുക? അവന്റെ രക്ഷ. നബി തങ്ങൾ പറയുന്നു, ഫമനിത്തഖ ശുബ്ഹാത്തി, ഈ സുബ്ഹകളെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, ഫഖദിസ്തബറഅ ലിദീനിഹി വഇർദിഹി, അവന്റെ അഭിമാനവും ദീനിനും വേണ്ടി അവൻ ഒഴിവായി എന്ന് പറഞ്ഞാൽ അവന്റെ ദീനിനെ അവൻ സംരക്ഷിച്ചു, അവന്റെ അഭിമാനത്തെ അവൻ കാക്കുകയും ചെയ്തു. അവൻ മുസ്തബഹാത്തായ കാര്യം ഉപേക്ഷിക്കുക. വമൻ വഖാബി ശുബ്ഹാത്തി, ഈ ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാത്ത ആ വസ്തുക്കളിൽ അവൻ സംഭവിച്ചാൽ, അതവൻ ഉപയോഗിച്ചാൽ, വഖാബിൽ ഹറാമി, അത് ഹറാമിലേക്കാണ് വീഴുക, ഹലാലിലേക്കല്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങ് പറയാം. റസൂലുള്ള പഠിപ്പിക്കുന്നു, എല്ലാവർക്കും ബോധ്യമാകുന്നൊരു ഉദാഹരണം. കറായി യർആ ഹൗലൽ ഹിമാ, ചെല്ലാൻ പറ്റുന്ന അതിരുണ്ട്, ആ അതിര് വിട്ടു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒരതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിരിന്റെ ചുറ്റുഭാഗത്തും മേഞ്ഞു നിൽക്കുന്ന ഒരു മേക്കുകാരനെ പോലെയാണ്. യൂഷിക്കു അൻ യർതഅ ഫീഹി, ആ ഹിമയുടെ ചുറ്റുഭാഗത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന മേക്കുകാരൻ ആ ഹിമ വിട്ട്, ആ അതിർത്തി വിട്ട്, അതിന്റെ പരിധി വിട്ട് അതിൽ സംഭവിക്കാൻ അടുക്കയാകും. അപ്പൊ അതിന്റെ ഉള്ളിൽ മേഞ്ഞു തിന്നാൻ അടുക്കയാകും. അപ്പോ ചെല്ലാൻ പറ്റാത്ത പരിധിയിലേക്ക് ചെന്ന് വീണാൽ അപകടമുണ്ടാകും. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, അലാ അറിയണേ, വ ഇന്ന ലികുല്ലി മലിക്കിൻ ഹിമൻ, ഏതൊരു രാജാവിനും ഹിമയുണ്ട്. ഹിമ എന്ന് പറഞ്ഞാൽ ചെല്ലാൻ പറ്റുന്നൊരതിര് നിശ്ചയിക്കുന്നു. അതുവരെ ചെല്ലാനേ പറ്റുകയുള്ളൂ, അതിന്റെ അപ്പുറം ആർക്ക് ചെല്ലാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു അതിർത്തി നിർണയം അത് ഏത് രാജാക്കന്മാർക്കും ഉണ്ട്. നമുക്കറിയാമല്ലോ, രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന് അതിരുണ്ട്. അതുവരെ ആ രാജ്യത്തിന്റെ ആളുകൾക്ക് വരാവൂ, അതുവരെ അവിടെയുള്ള ആളുകൾക്ക് ചെല്ലാവൂ. അതിന്റെ അപ്പുറം കടന്നു പോയാൽ പരിധി വിട്ടു, അപ്പോൾ അപകടത്തിൽ വീഴും. അല അറിയണേ, വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു, അല്ല രാജാവല്ലേ, മലിക്കുൽ മുലൂക്കാണല്ല. മലിക്കുൽ മുലൂക്കായ അല്ലാഹു തആലാക്കുള്ള ഹിമ അല്ല നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. ആ നിഷിദ്ധമാക്കിയതായിരിക്കുന്ന കാര്യങ്ങൾ അതിർത്തി വെച്ചിട്ടുള്ളത്. അതുപയോഗിച്ചാൽ ആ അതിർത്തി വിട്ടു കഴിഞ്ഞാൽ പിന്നെ മഹാരിമിലേക്ക് ചെന്ന് വീഴും. അത് പാടില്ല. അല അറിയണേ, വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, നിശ്ചയമായിട്ടും ഈ മനുഷ്യ ഭൗതിക ജഡത്തിലുണ്ട് മുദ്ഗതൻ, ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സ്വലഹത്ത്, ആ മാംസപിണ്ഡം ശരിക്ക് നന്നായാൽ, സ്വലഹൽ ജസദു കുല്ലുഹു, മനുഷ്യ ശരീരം മുഴുവൻ നന്നായി. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം നന്നായ പിന്നെ ആ ശരീരത്തിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല.
വൈദാ ഫസദത്ത്, ആ മാംസപിണ്ഡം നശിച്ചു പോയാൽ, ഫസദൽ ജസദ് കുല്ലു, അവന്റെ ശരീരം മുഴുവനും നാശമായി. ഏതാണ് ഈ മുളഅത്ത്? റസൂലുള്ളാഹി തന്നെ പറയണം, അലാ അറിയണേ, വഹിയാൽ ഖൽബു, ആ മുളഅത്ത് ഖൽബാണ്, ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിന്റെ രാജാവ് ഹൃദയമാണ്. ആ ഹൃദയം നന്നായാൽ പ്രജകളാകുന്ന കൈകാലുകളും ശരീരം മാസകളും നന്നായി നല്ലതിലേക്ക് പോകും. ഹൃദയം വടക്കായാലോ ശരീരം മുഴുവനും വടക്കായി. അപ്പൊ ഈ കാര്യത്തിൽ പ്രധാന വിഷയമായ എന്താണ്? സുബഹകളാണ്. ആ സുബഹ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സുബഹയിൽ ചെന്നകപ്പെട്ടാൽ ഹറാമിലേക്ക് വീഴും. ഒന്ന്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ആ പരിധി അനുസരിച്ച് ജീവിക്കാവൂ. പരിധി ലംഘിച്ചാൽ അപകടമാണെന്നും ഈ ഹദീസിൽ പഠനമുണ്ട്. മാത്രമല്ല, ശരീരം നന്നാവാനുള്ള ഔഷധം ഹൃദയം നന്നാവലാണ്. ഹൃദയം നന്നായാൽ ഭൗതിക ശരീരം നന്നായി. അപ്പൊ ആത്മീയ ശുദ്ധീകരണത്തിലൂടെയാണ് ഭൗതിക ജഡത്തിന്റെ ശുദ്ധി. ആത്മീയം നശിച്ചാൽ ഭൗതിക ശരീരവും നശിച്ചു എന്ന് സാരം. ഈ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തു? റവാഹുൽ ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ. ഈ രണ്ട് മഹാന്മാരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആറാമത്തെ ഹദീസ്. ഇനി ഇതിന് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. വ്യാഖ്യാനത്തിന്റെ ആരംഭം തന്നെ റാവിയെ കുറിച്ചായിരിക്കാം. അൻ അബി അബ്ദില്ലാഹി നുഅ്മാൻ ഇബ്നു ബഷീർ എന്നുള്ളടത്ത് എങ്ങനെ വായിക്കണം? ബി ഫത്ഹിൽ മുവഹദ, ബായിന് ഫത്വാണ്, ബഷീർ, ബിഷീർ, ബുഷൈർ ഒന്നുമല്ല. ഈ മഹാനവറുകൾ അൽ അൻസാരിയോ, അൻസാരിക്കാരനാണ്. അൽ ഖസ്റജിയോ, ഖസ്റജി ഗോത്രക്കാരനുമാണ്. ഇനി ഈ മഹാന്റെ ഉമ്മാരാണ്, ഉമ്മുഹു സ്വഹാബിയത്തുൻ. ഈ മഹാൻ സ്വഹാബിയാണ്, മഹാന്റെ ഉമ്മയും സ്വഹാബിയുമാണ്. ആരാണ് ആ സ്വഹാബിയത്തായിരിക്കുന്ന ഉമ്മ? ഉഖ്തു അബ്ദില്ലാഹ് ബിൻ റവാഹ. അബ്ദില്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയായ ഉമ്മ. സഹോദരിയാണ് അബു അബ്ദില്ലാഹി നുഅ്മാന്റെ ഉമ്മ. മഹാനവറുകൾ സ്വഹാബിയാണ്, അബ്ദുല്ലാഹ് ബിൻ റവാഹത്തും സ്വഹാബിയാണ്, സഹോദരിയും സഹാബിയത്തുമാണ്. അബൂഹു, അബു അബ്ദുല്ലാഹി നുഅ്മാനിയുടെ പിതാവ് ബഷീർ, ബഷീർ എന്നവരാണ്. സ്വഹാബിയുൻ ഐലൻ, ഉമ്മ സ്വഹാബിയത്തായതുപോലെ ബാപ്പയും സ്വഹാബിയുമാണ്. എല്ലാവരും സ്വഹാബാക്കളാണ്. വഹുവൽ ഖായിലു, അദ്ദേഹമാണ് ഈ ഖായിൽ. അതായത് ഈ പറയുന്ന മഹാനബറുകൾ, ഈ പറയുന്ന ആള് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ ആള്, അലിംന കൈഫ നുസല്ലിമു അലൈക ഫകൈഫ നുസല്ലി അലൈക ഇദാ നഹ്നു സല്ലൈന അലൈക്കൽ ഹദീസ്. മനസ്സിലായില്ലേ? ഈ മഹാനാണ് ഈ വാക്ക് പറഞ്ഞത്. ഈ പറയുന്ന അബു അബ്ദില്ലാഹി നുഅ്മാൻ ബഷീർ എന്നവർ, നബിയെ, ഞങ്ങൾക്കറിയാം അങ്ങയോട് എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് അറിയാം. പക്ഷേ അങ്ങയുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലൽ എങ്ങനെയാ? ഞങ്ങൾ അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലുകയാണ് എങ്കിൽ അങ്ങയുടെ മേൽ ഞങ്ങൾ എങ്ങനെയാണ് സലാത്ത് ചൊല്ലുക എന്ന് ചോദിച്ചാൽ ഈ മഹാനവറുകളാണ്. പരിതാലിക്ക, അതുകൊണ്ട് തന്നെയല്ലേ പിതാവും മകനും സ്വഹാബിയായതുകൊണ്ടാണ് ഖാലൽ മുസന്നിഫു, ഈ കിതാബ് രചിച്ച ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് റളിയല്ലാഹു തആല അൻഹുമാ എന്ന് പറയാൻ കാരണം രണ്ടുപേരും സ്വഹാബികളാണ്. അതുകൊണ്ടാണ്. ഇനി മഹാന്റെ ജന്മം. മുരിദ, ഈ പറയുന്ന റാവിയെ ജന്മം നൽകപ്പെട്ടത് അലാ റഅസി 14 ശഹ്റൻ മിനൽ ഹിജ്റ, ഹിജ്റയിലെ 14-ാം മാസത്തിന്റെ തലക്കലാണ് ജന്മം. 14-ാമത്തെ മാസം ആദ്യത്തിലാണ് ജന്മം നൽകപ്പെട്ടിട്ടുണ്ട്. ഡേറ്റിൽ തർക്കമുണ്ട്, അതുകൊണ്ടാണ് അൽ അസഫി എന്ന് പേരിട്ടത് അവിടെ. വഹുവ അവ്വലു മൗലൂദിൻ ഉലിദ ബിൽ അൻസാരി ബഅദ ഖുദൂമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. ഹബീബ നബി തങ്ങൾ മക്ക വിട്ട് മദീനയിൽ ചെന്നു. മദീനയിലേക്ക് മുന്നിട്ട ശേഷം അൻസാരികളിൽ ആദ്യമായി ജനിക്കപ്പെട്ട കുട്ടിയാണ് ഈ പറയുന്ന റാവി.
ഏതുപോലെന്ന് ചോദിച്ചാൽ കമാ അന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമാ അൽ മൗലൂദ മഅഹു ഫി ആമിഹി അവ്വലു മൗലൂദിൻ വുലിദ ലിൽ മുഹാജിരീന. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ റളിയല്ലാഹു അൻഹുമാ അവർ രണ്ടുപേരും പ്രസവിക്കപ്പെട്ട കുട്ടി ആരോടുകൂടെ? ഈ പറയുന്ന റാവിയോടുകൂടെ. എവിടെ? അതേ വർഷത്തിൽ മുഹാജിറുകൾക്ക് ആദ്യമായി ജനിച്ച കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ. അപ്പൊ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അങ്ങനെ മുഹാജിറുകൾക്ക് ആദ്യമായി ജനിച്ച കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ. എന്നതുപോലെ റസൂലുള്ള മദീനയിൽ ചെന്നിട്ട് അൻസാരിക്കാരിൽ ആദ്യമായി ജനിച്ച കുട്ടിയുമാണ് ഈ പറയുന്ന അബ്ദുല്ലാഹി നുഅ്മാൻ എന്ന് പറയുന്ന കുട്ടിയും. ഖീല പറയപ്പെടുന്നുണ്ട് റുവിയൽഹു 100 ഹദീസിൻ വ 14 ഹദീസൻ. ഈ റാവിക്ക് അഥവാ അബൂ അബ്ദുല്ലാഹി നുഅ്മാൻ എന്ന് പറയുന്ന മഹാനവറുകൾക്ക് വേണ്ടി മഹാനവറുകളിൽ നിന്ന് 114ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. വല്ലൽ കൂഫത്ത ലി മുആവിയ, മുആവിയക്ക് വേണ്ടിയിട്ട് കൂഫ അധികാരം ഏറ്റെടുത്ത മഹാനാണ്. സുമ്മ വല്ല ഹിംസ, പിന്നെ ഹിംസിലെ വലിയായി. വദഅ ലി ഇബ്നു സുബൈർ, അങ്ങനെ ഇബ്നു സുബൈറിന് വേണ്ടിയിട്ട് വിളിക്കുകയും ചെയ്തു. ഫത്വലബഹു അഹ്ലുഹ, അങ്ങനെ ഹിംസുകാർ എന്ത് ചെയ്തു? ഇബ്നു സുബൈർ തേടി. ഫഖതലുഹു, അവരെന്തായി? അദ്ദേഹത്തെ കൊന്നു. ബിഖറിയത്തിൻ, ഒരു ഖറിയയിൽ വെച്ചിട്ട്. മിൻ ഖുറാഹ, ഹിംസിന്റെ ഗ്രാമത്തിൽ പെട്ടതായിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടു. സനത്ത 64 കൊല്ലത്തിലാണ് അത് നടന്നത്. വലം യംഫരിദ് ബിറിവായത്തി ഹാദിൽ ഹദീസ്, എന്നാൽ ഈ ഹദീസിന് റിപ്പോർട്ട് ചെയ്യൽ കൊണ്ട് ബഹുമാനപ്പെട്ടവർ മാത്രമല്ല തനിച്ചിട്ടുള്ളത്. പിന്നെ ആരാണ്? ബൽ റവാഹു അയ്ദൻ സബഅത്തും മിൻ അകാബിരി സ്വഹാബത്തി റളിയല്ലാഹു തആല അൻഹും, പ്രമുഖ സ്വഹാബാക്കളിൽ നിന്ന് 7 പേര് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല, നമ്മുടെ ഇവിടുത്തെ റാവിയായിരിക്കുന്ന അബൂ അബ്ദുല്ലാഹി നുഅ്മാൻ എന്ന് പറയുന്ന മഹാനവറുകൾ പറയുകയാണ് സമിഅതു എന്ന്. അവിടെ ഈ റിവായത്തിന്റെ റിപ്പോർട്ടിൽ കാണാം അന്നഹു അഹ്വാ ഇലാ ഉദ്നൈഹി ബിസ്മൈഹി. സമിഅതു എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ 2 ചെവിയിലേക്ക് അവിടുത്തെ 2 വിരൽ കൊണ്ട് എന്താക്കിയിട്ടുണ്ട്? ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ചെവി കൊണ്ട് കേട്ടുകൊണ്ട്. ഫബിഹ, അങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ടിൽ തഅക്കീദു തസ്രീഹി ബിസമാഹി മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളിൽ നിന്ന് ഈ സഹാബിയായ മഹാനവറുകൾ അത് കേട്ടു എന്ന് വ്യക്തമാക്കുന്നതിന് തഅക്കീദ് ചെയ്യലുണ്ട്. അന്നഹു അഹ്വാ ഇലാ ഉദ്നൈഹി ബിസ്മൈഹി എന്ന റിപ്പോർട്ടിൽ. വഹാദാ ഹുവ സഹീഹ്, ഇതാണ് ശരി. വൽതിഫാത ഇലാ ഖിലാഫി ഫീഹി, ആ വിഷയത്തിൽ എന്തോ അഭിപ്രായമുണ്ട്. അങ്ങനെ അഭിപ്രായമുണ്ട് എന്നതിലേക്ക് നോക്കേണ്ടത് ആവശ്യമില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഖാലുൽ മുസന്നിഫ് അത് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു അഭിപ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഇന്നൽ ഹലാൽ എന്ന് പറഞ്ഞോടുത്ത് ഹുവാക്കൽ ഹില്ലി ലിദ്ദുൽ ഹറാമി, ഹറാമിന്റെ എതിര് പറയുന്നത് പോലെ തന്നെയാണ് ഹില്ലി. ലുഗത്തവ ശറഈന്റെ ഭാഷയിലും സാധാ ഭാഷയിലും ഹറാമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹില്ല് പറയും, അതുപോലെയാണ് ഹലാല്. വയത്തി, ഇനി പറയാ ഹില്ലുൻ എന്ന് പറയാം. ബിമഅന മുഖീമിൻ, ഹില്ലി എന്നതിന് മുഖീം, താമസിക്കുന്ന ആള് എന്നർത്ഥമുണ്ട്. കമാ ബി വ അൻത ഹില്ലും ബിഹാദൽ ബലദ് എന്ന ആയത്തിലുണ്ടല്ലോ, ഈ നാട്ടിൽ താങ്കൾ താമസിക്കുന്നതാണ് ഹില്ലിന്റെ അർത്ഥം. അതേ അർത്ഥത്തിനും ഹലാൽ എന്ന അർത്ഥത്തിനും ഒക്കെ ഹില്ല് വരാറുണ്ട്. ഇന്നൽ ഹലാല ബയ്യിൻ എന്ന് പറഞ്ഞ ബയ്യിന്റെ അർത്ഥം എന്താ? ഐ ലാഹിർ, പ്രകടമായതാണ്, എല്ലാവർക്കും അതറിയുന്നതാണ്. ലാഹിറ എന്ന് പറയുമ്പോഴും ബയ്യിന എന്ന് പറയുമ്പോഴും എന്താ അതിന്റെ അർത്ഥം?
വഹുവ മാ നസ്സല്ലാഹു തആല ഔ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോ റസൂലോ ആ കാര്യം ഹലാലാണെന്ന് വ്യക്തമാക്കി തന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ഔ അജ്മഅൽ മുസ്ലിമൂന അലാ തഹ്ലീലിഹി ബിഐനിഹി ഔ ബിജിൻസിഹി, അത് ഇന്നതാണ് എന്നതുകൊണ്ട് ഹലാലാക്കലിന്റെ പേരിൽ അല്ലെങ്കിൽ അതിന്റെ വർഗം, അത് രണ്ടിന്റെയും പേരിൽ മുസ്ലിങ്ങളാകെ ഇജ്മാ ആവുക എന്ന കാര്യവും ലാഹിറാണ്. ഈ രണ്ടാമൊരു കാര്യം ഉണ്ടായാൽ ലാഹിറാവും. ഒന്നിരിക്കൽ ഇജ്മാ, അല്ലെങ്കിൽ നബിയും റസൂലും നസ്സാക്കി പറയുക. വമിൻഹു ഐദൻ, പറയട്ടെ, നസ്സിൽപ്പെട്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ബയ്യിനായിൽപ്പെട്ടത് തന്നെയാണ്, ഹലാല് ബയ്യിന എന്ന് പറയപ്പെട്ടതാണ് എന്ത്? മാലം യുഅലം ബിഹി മൻഉൻ അലാ അശ്ഹറിൽ ഖൗലൈനി കമാ യഅതി. ശേഷം വരുന്നത് പോലെ രണ്ട് കൗലുണ്ട്. രണ്ട് കൗലിന്ന് അഷ്കറായ കൗല് പ്രകാരം ഒരു കാര്യം അതിൽ യാതൊരു തടസ്സവുമില്ല, ഒരു തടസ്സവുമില്ലാത്തതായി തടസ്സമായി അറിയപ്പെടാതെ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യം ഹലാല് ബയ്യിനാണ് നിൽപ്പെടും. വഇന്നൽ ഹറാമു ബയ്യിനും, ഹറാമു ബയ്യിനാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താണത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഹുവ മാ നുസ്സ ഔ ഉജ്മിഅ അലാ തഹരീമിഹി ബിഐനി ഔ ജിൻസിഹി. നബിയോ റസൂലോ അത് ഹറാമാണെന്ന് വ്യക്തമാക്കി തരിക നസ്സ്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ഇന്നത് ഹറാമാണ് അല്ലെങ്കിൽ അതിന്റെ വർഗം ഹറാമാണ് എന്നതിന്മേൽ ഇജ്മാ ഉണ്ടാവുക. അല്ലെങ്കിൽ ഔ അല അന്നബി ഹദ്ദൻ ഔ തഅസീറൻ ഔ വഈദൻ, അത് ചെയ്താൽ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം ഹദ്ദടിയുണ്ട്, അല്ലെങ്കിൽ മുന്നറിയിപ്പുണ്ട്. അതൊക്കെ ഹറാം ബയ്യിനാണ് എന്നതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ ഹറാം ബയ്യിനാണെന്നും ഹലാല് ബയ്യിനാണെന്നും മൂന്ന് കാര്യങ്ങൾ വരുന്നെന്നർത്ഥം. നബിയും റസൂലും ഇജ്മാ നസ്സാക്കിയത്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയത്. സുമ്മ തഹരീമു, പിന്നെ ഇവിടെ തഹരീമിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഹറാമാക്കല്. എന്തിനാ ഹറാമാക്കുന്നത്? ഇമ്മാലി മഖ്സദത്തിൻ, ഒന്നിരിക്കൽ വല്ല ഫസാദും അതിലുണ്ടാവും, അല്ലെങ്കിൽ മളറത്തിൻ ഖഫിയ, അല്ലെങ്കിൽ തിരിയാത്ത വല്ല പ്രയാസം അതിലുണ്ടാവും. ലഘുവായ പ്രയാസം, അതറിയൂല, ആർക്കും അറിയൂല. ലഘു എന്ന് പറഞ്ഞാൽ കട്ടി പറയുന്നതല്ല, അവ്യക്തമായി നിൽക്കുന്നൊരു പ്രയാസം അതിലുണ്ടാവാം, അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാവാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഹറാമാക്കൽ വരിക. സിന പോലെ, മുദക്കൽ മജൂസിയായ ആൾ അറുക്കപ്പെട്ട വസ്തു പോലെ, ഇത് ഹറാമാണല്ലോ. അപ്പൊ അതിലുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും വ്യക്തമല്ല, എന്നിരുന്നാലും അവിടെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഹറാമാണ്. ഒന്നിരിക്കൽ ഹറാമാക്കല് ഇമ്മാലി മഫ്സദത്തിൻ ഔ മളറത്തിൻ വാലിഹത്തിൻ, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും തിരിയും. അങ്ങനെ തിരിയുന്നൊരു ബുദ്ധിമുട്ടോ ഫസാദോ അവിടെ ഉണ്ടാവും. ആ നിരക്കും ഹറാമാക്കല് വരാം. അതിന്റെ ഉദാഹരണക്ക് സുമ്മി വൽ ഖംരി, കള്ള്, വിഷം കഴിച്ചാൽ ചാകുന്ന എല്ലാവർക്കും ഉറപ്പല്ലേ. കള്ള് കുടിച്ചാൽ ലഹരി പിടിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ വ്യക്തമായതോ അവ്യക്തമായിരിക്കുന്ന ഫസാദ് മളറത്തിന് വേണ്ടി ഹറാമാക്കല് വരാം. ബയാനുഹും, ഇനി അതിനൊന്ന് ബയാൻ ചെയ്ത് പറയാം. അന്നൽ മുന്തഫഅ ബിഹി, ഉപകാരമെടുക്കാൻ പറ്റുന്ന വസ്തു ഇമ്മാ മഅദനുൻ, വന്നിരിക്കൽ ഖനികളായിരിക്കും, ഭൂമിന്റെ അടിയിൽ നിക്ഷേപിക്കപ്പെടുന്ന വസ്തുക്കൾ. ഔ നബാത്തുൻ, അല്ലെങ്കിൽ എന്തായിരിക്കും? സസ്യങ്ങളായിരിക്കാം. ഔ ഹയവാൻ, അല്ലെങ്കിൽ ജീവികളാവാം. വതവാബിഉ, അതിനോട് തുടർന്ന് വരുന്ന ഏത് കാര്യങ്ങളുമായിരിക്കും മുന്തഫിയായ കാര്യങ്ങൾ. അത് ഹലാലും ഹറാമും വിശദീകരിക്കാൻ പോവുകയാണ്. ഫൽ മആദിനു ബിഅസരിഹ, ഖനികൾ, സ്വർണം, വെള്ളി, പിന്നെ രത്നങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള ഖനികൾ. അത് മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? ഹലാലുൻ, നിഷിദ്ധമല്ലല്ലോ, അനുവദനീയമാണ്. അതിന് ഇല്ലല്ലാറ, പ്രയാസപ്പെടുത്തുന്നത് ഒഴികെ. അലാ അന്നഹു ലാ യഖ്തസ്സു ബിഹാ, എന്തോടുകൂടെ ഈ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഈ ഖനികളെ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ല, മറ്റു പല കാര്യങ്ങളിൽ അത് വരാം. അങ്ങനെ പ്രയാസപ്പെടുന്നത് ഒഴിച്ച് ബാക്കിയൊക്കെ അനുവദനീയം. പ്രയാസമുണ്ടെങ്കിൽ പറ്റൂല. ഉദാബൽ, എങ്കിലും ലൗ നറൽ അസലു ബഅദൽ മഹറൂരീന, മഹറൂരിങ്ങളായിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരും ചില ആളുകൾക്ക് തേൻ കുടിച്ചാൽ പ്രയാസമുണ്ട് വെക്കുക. തേൻ പൊതുവെ ഹലാലാണല്ലോ,
എന്നിരിക്കട്ടെ ചില ആളുകൾക്ക് തേൻ കുടിച്ചാല് പ്രയാസമുണ്ട് എങ്കിൽ എന്തു ചെയ്യും? അവരെ സംബന്ധിച്ചിടത്തോളം ഹറുമാനിയാക്കലു ആ തേന് അവർ ഹറാമാണ്, എല്ലാവർക്കും ഹറാമില്ല, അത് ആ വ്യക്തിക്ക് ഹറാമായി. ഓരോ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വന്നബാത്തു കദാലിക, സസ്യങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇല്ലാമ അസാർ ഹയാതക സുമ്മി അവിൽ അഖില കൽ ഹംദി വസായിൽ മുസ്കിറാത്തി വൽ മുഖ്ദറാത്തി കൽ ഹശീഷത്തി വൽ ലഫിയൂൻ വൽ ബഞ്ച്. ബുദ്ധി, ജീവൻ എന്നിവയെ നീക്കിക്കളയുന്ന വിധത്തിലുള്ള വിഷം, കള്ള്, ലഹരി വസ്തുക്കൾ, അമ്പരപ്പും തരിപ്പുണ്ടാക്കുന്ന വസ്തുക്കൾ, കഞ്ചാവ് പോലെ, അഫിയുൻ പോലെ, ഉമ്മത്തുങ്കായ പോലെ, ജൗസത്തുത്തീബ്, അതുപോലെ തന്നെയാണ് ജൗസത്തുത്തീബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ എന്താണ്? ഭൂമിയിലുള്ള സസ്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊക്കെ ജീവിതത്തെയും അതുപോലെ ബുദ്ധിയെയൊക്കെ നാശമാക്കും. അത് ഒഴിച്ച് ബാക്കിയൊക്കെ അനുവദനീയമാണ്, ഇത് അനുവദനീയമല്ല. കമാഫ്തൈതുബിഹി സൗജത്തുത്തീബ് പാടില്ല എന്ന് ഞാൻ പത്ത് കൊടുത്തതുപോലെ വനഖൽതു ബിഹി നസ്സ അർബാബിൽ മദാഹിബി സലാസത്തി അശ്ശാഫിയ വൽ മാലിക്കിയ വൽ ഹനാബിലിയ. ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഈ മൂന്ന് മദ്ഹബുകളുടെ പണ്ഡിതന്മാരുടെ നസ്സുകൾ ആ വിഷയത്തിൽ ഞാൻ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അന്നദാലിക, അത് മുഖ്തദ കലാമിൽ അനഫിയ, അനഫിയക്കാർ സംസാരിച്ചതിന്റെ മുഖ്തദ അങ്ങനെയാണ് താനും. അതുകൊണ്ട് ഫസ്തുദ് യദൈക അലാ ഹാദിഹിൽ ഫായിദ, ഇത്തരം ഫലങ്ങളുടെ മേലിൽ നിന്റെ രണ്ട് കൈയിനെ, രണ്ട് കരത്തിനി ശക്തിപ്പെടുത്തി കളയണ്ട. എന്തിന്? അല്ലാ തഖാ ഫീമാ വഹമ ഫീ കസീറൂന മിൻ അന്നഹു ലാ കലാമ ഫീഹാ ലിഅഹദിൻ. അധിക ആളുകളും വഹമാക്കി പറഞ്ഞൊരു കാര്യമാണത്. അവരെ വഹമാക്കി കാര്യം എന്തിനാലാണ്? അതിലൊരാൾക്കും സംസാരിക്കാൻ വകുപ്പില്ല. അങ്ങനെ സംസാരിക്കാൻ വകുപ്പില്ലാത്ത പല കാര്യങ്ങളും ഊഹിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ഊഹിച്ചു പറഞ്ഞ കാര്യത്തിൽ നീ വീഴാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഫത്വകളും മഹാന്മാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിച്ചാൽ നീ അപകടത്തിൽ പെടുകയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഹറാമ് ഹലാല്, ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതൊക്കെ തിരിയുക. ഇനി ജീവജാലങ്ങൾ നോക്കാം. സസ്യങ്ങൾ പറഞ്ഞു ഭൂമിയിൽ നിന്നാണ് ഉപയോഗപ്പെടാൻ പറ്റുന്നതും അല്ലാത്തതും. അപ്പൊ അമ്മൽ ഹയവാനു, അപ്പോൾ ജീവികൾ. അപ്പൊ കുല്ലുമാ വറദൻ നസ്വല അക്കിരിഹി, ആ ജീവികളെ തിന്നാൻ പറ്റുമെന്ന് വ്യക്തമായി വന്ന നസ്സായി വന്ന എല്ലാം പൗവ ഹലാലുൻ, അത് നിഷിദ്ധമല്ല, അനുവദനീയം തന്നെയാണ്. അത് ഏതുപോലെ? കൽ ഖൈലി, കുതിര പോലെ. ഫഖദ് സഹഹത്തുൽ അഹാദീസ് ബി അഖിലിഹ, കുതിര തിന്നാൻ പറ്റും എന്നതുകൊണ്ട് ഹദീസുകൾ ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ തിന്നാം, അത് ഹലാലാണ്. അപ്പൊ തഹരീമുൽ ഹുമുൽ അഹ്ലിയ, നാട്ടുകൈതകൾ ഹറാമാണ് എന്നതുകൊണ്ട് നെസ്സായി വന്നിട്ടുണ്ട് എങ്കിൽ അത് പാടില്ല. അപ്പൊ തഹരീമുക, എന്നാ പിന്നെ ഇവകളെ ഹറാമാക്കൽ എന്ന് പറയുമ്പോൾ അയിൽ ഖൈല, കുതിരയെ ഹറാമാക്കുക എന്നുള്ളത്. അപ്പൊ തഹീലുൽ നബീദി, മുന്തിരിങ്ങച്ചാറ്, അതിനെ ഹലാലാക്കലും കുതിരയെ ഹറാമാക്കലും അതെന്തായി മാറും? മനാബിദുൽ സുന്നത്തി സ്വരീഹത്തി, വ്യക്തമാക്കി പറഞ്ഞ സുന്നത്തിനെ എറിഞ്ഞു കളയലാണ്. അതിനെ ഒഴിവാക്കലാകുമല്ലോ, അത് പാടില്ല. തിന്നാൻ പാടില്ല എന്നതിന്റെ മേല് നസ്സായി വന്ന് ഏതും ഹറാമുൻ, അത് നിഷിദ്ധം തന്നെയാണ്. ഒമാലാനസ്സവീഹി, ഒരു ജീവിയെ കുറിച്ച് നസ് വന്നിട്ടില്ല, അങ്ങനത്തെ ഒന്നിന് എന്ത് ചെയ്യും? ഹറാമാണെന്നും പറഞ്ഞിട്ടില്ല, ഹലാലെന്നും നസ്സൊന്നും കാണാനില്ല. എന്നാൽ അറബി, അറബി വർഗത്തിൽ നിന്ന് ബുദ്ധിയുള്ള, പ്രകൃതിയ രക്ഷപ്പെട്ട ബുദ്ധിമാന്മാരായ ആളുകളുണ്ട്. അപ്പൊ അറബിയുടെ കൂട്ടത്തിൽ എല്ലാരും പറ്റൂല. അറബികളിൽ സലീമത്തായിരിക്കുന്ന പ്രകൃതിയുള്ള നല്ല രീതിയിൽ പ്രകൃതമായ ആളുകളുണ്ട്. അത്തരം ആളുകളുണ്ടെങ്കിൽ അവരെന്ത് തീരുമാനിക്കുന്നു? അതിലേക്കാണ് മടങ്ങപ്പെടേണ്ടതെന്നാണ്. അപ്പൊ അവര് തിന്നാറുണ്ടെങ്കിൽ നമുക്ക് തിന്നാം, അവരുപേക്ഷിക്കാറുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം, അതേ ഉള്ളൂ.
അപ്പൊ ഈ പറഞ്ഞ സലീമത്തുത്തിബാ നല്ല ശുദ്ധ പ്രകൃതിക്കാരായ അറബികള് വടക്കായി കണ്ട സാരമാണെങ്കിൽ ഹറാമുൻ അത് ഹറാമു തന്നെയാണ്, ഹലാലല്ല. വമാല ഹലാലുൻ അവർ വടക്കായി കാണാത്തതുണ്ടെങ്കിൽ അത് ഹലാലുമാണ്, സംശയമല്ല. അക്കിരുൻ നജസി ഹറാമുൻ നജസായ വസ്തു തിന്നല് നിഷിദ്ധം തന്നെയാണ്. ഏതുപോലെ മാലികി നജസായ വസ്തു ഉപയോഗിക്കൽ ഹറാമല്ലേ എന്നതുപോലെ തിന്നലും ഹറാമാണ്. ഇല്ലാലിൻ ഔ തദാവിൻ ചികിത്സയോ പ്രയാസമോ ഉണ്ടെങ്കിൽ ഒഴികെ. അപ്പൊ ചികിത്സക്കും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാടില്ല. അത് ജവാസ് എന്ന് ഇഖ്തിറാറിനാണ്. എന്തുകൊണ്ട് ഇല്ലൽ ഖംറ കള്ളു ഒഴിച്ച് ബാക്കി നജസായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ തനിച്ചു തന്നെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന കാരണത്തിന് വേണ്ടി തന്നെ ചികിത്സയോ പ്രയാസമോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക എന്നല്ലാതെ അല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. പ്രയാസം ഉണ്ടെങ്കിൽ അനുവദനീയമാണ്, അത് കള്ളു ഒഴിവേ, കള്ളു പറ്റൂല. ഒരു പക്ഷേ ഹറാമായി വരിക എന്നുള്ളത് കൈ അതിന്റെ മേൽ വെച്ചു, ആ വെച്ചതിലുള്ള പിഴവെന്തെങ്കിലും സംഭവിച്ചേക്കാം. അങ്ങനെ ഖലൽ സംഭവിക്കുമ്പോൾ പ്രയാസം വരും. അങ്ങനെ വരുന്ന സമയത്തും എന്താവാം, ഈ പറയുന്നതിനെ ഹറാമാക്കൽ വരും, ഫസാദാക്കൽ വരും, ഖലൽ വരും. അപ്പൊ ഖലൽ സംഭവിച്ചാലും ഹറാമാക്കൽ വരാം. ഏതുപോലെ ഔ സരിഖത്തിൻ ഔ അഖദിൻ ഫാസിദിൻ ഔ നഹവി ദാലിക മിമ്മാ ഹളറഹു ശറഉ ശറഅ് തടഞ്ഞു വെച്ച ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങളെ കൊണ്ടോ ഫാസിദായ ഇടപാട് കൊണ്ടോ മോട്ടിക്കൽ കൊണ്ടോ കവർച്ച കൊണ്ടോ അന്യൊരുത്തന്റെ സ്വത്തിനെ കൈവച്ച് പിടിച്ചെടുത്താൽ അത് ഹറാമാണ്. ആ വസ്തു ഹറാമല്ലായിരുന്നു അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ, പക്ഷെ അയാളെടുത്ത കർമ്മരീതി നോക്കുമ്പോൾ അത് ഹറാമായി ഉപയോഗിക്കാൻ പാടില്ല. ബിഖിലാഫിഹി ബിനഹ്വി അഖദിൻ സഹീഹിൻ ഔ ഇർസിൻ ഔ അഖദിൻ മിൻ മുബാഹിൻ ഔ മിൻ ഗൈരി മഅസൂമിൻ ഔ മുംതനിഇൻ മിൻ നഹ്വി സക്കാത്തിൻ ഔ വഫാഇ ദൈനിൻ ഫഹാദാ കുല്ലുഹാ ഹലാലും ബയ്യിനുൻ. അനന്തരമായിട്ടോ ശരിക്കുള്ള ഇടപാട് പ്രകാരമായിട്ടോ അല്ലെങ്കിൽ ഹലാലായ ഭാഗത്തിൽ കൂടെ അത് എടുത്തു, അല്ലെങ്കിൽ ഇസ്ലാമികമായി സംരക്ഷണം നൽകപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അയാളിനെ എടുത്തു, അല്ലെങ്കിൽ സക്കാത്ത് തടയുന്ന ഒരാള്, അല്ലെങ്കിൽ കടം പൂർത്തിയാക്കി വീട്ടിനെ തടയുന്ന ഒരാള്, അയാളിനെ പിടിച്ചെടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിഷിദ്ധമല്ല, അതൊക്കെ ഹലാലും ബൈയിൽ പെടുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഹറാമ് ഹലാല് ഒക്കെ വകതിരിക്കാൻ കഴിയുക. ബൈനഹുമാ ഉമൂറുൻ ഇത് രണ്ടിന്റെയും ഇടയിലുണ്ട്. ഉമൂർ എന്ന് പറഞ്ഞാൽ ഐ ശുഊറുൻ വ അഹ്വാലും മുസ്തബിഹാത്തുൻ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകളും കാര്യങ്ങളും ഈ ഹറാമ് ഹലാലിന്റെ ഇടയിലുണ്ട്. മുസ്തബിഹാത്തുൻ എന്ന് പറഞ്ഞാൽ ജമ്മു മുസ്തബിഹിൻ, മുസ്തബിഹിന്റെ ജമ്മാണ് മുസ്തബിഹാത്ത്. വഹുവായി മുസ്തബിഹാത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം, അത് കൊല്ലുമാ ലൈസ ബിവാദിൽ ഹിൽ വൽ ഹിർമതി മിമ്മാ തനാസഅതുൽ അദില്ലതു ദലീലുകൾ തർക്കിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് ഹറാം എന്ത് ഹലാൽ എന്തെന്ന് വ്യക്തമാവാത്തൊരു കാര്യമാണ് മുസ്തബിഹായത്. കാരണങ്ങളും അതുപോലെ തന്നെ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ എന്താകും അതിനോട് നേരിടുന്നുണ്ട്, വലിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നേരിടിക്കുന്നതിൽ നിന്നും ദലീലുകൾ എതിരാകുന്നതിൽ നിന്നും ആശയങ്ങളും കാരണവും വെച്ച് നോക്കുമ്പോഴും ഹറാമും ഹലാലും തിരിയൂല. ദലീൽ ഹറാമി ഇങ്ങനെ തിരിയാത്ത കാര്യങ്ങൾ ചിലതിന് ഹറാമിന്റെ ദലീലാവും ശക്തിപ്പെടുത്തുക. ദലീൽ ഹലാലി ചിലതിന് നോക്കുമ്പോ ഹലാലിന് എന്തൊക്കെ ദലീലുണ്ടോ അതായിരിക്കും ഇതിനെ ശക്തിപ്പെടുത്തുക. ഇങ്ങനെ വരും. അപ്പൊ ഹറാമൊന്നും ഹലാലൊന്നും വ്യക്തപ്പെടാൻ കഴിയാത്ത ഒന്നായി. അതുകൊണ്ടും ഇൻസമ്മ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഫസ്സറ അഹ്മദു വ ഇസ്ഹാഖു വഗൈറുഹുമ റളിയല്ലാഹു അൻഹു അഹ്മദ് ഇമാമും ഇസ്ഹാഖ് ഇമാമും അല്ലാത്തവരും ഒക്കെ തഫ്സീർ പറഞ്ഞു. അൽ മുസ്തബിയ മുസ്തബിയക്ക് ബിമാ വഖുത്തുലിഫ
ഫീ ഹില്ലി അഖിലിഹി കൽ ഖൈരി ഔ സുർബിഹി കൻ നബീരി ഔ ലുബ്സി ക ജുലൂദി സിബായി ഔ കസ്ബി ക ബൈഇൽ ഈനതി. ഇങ്ങനെ വിശദീകരിച്ചു. മുസ്തബിഹായ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അത് തിന്നൽ ഹലാലാണെന്നതിൽ അഭിപ്രായം വന്നു. അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് മുസ്തബി എന്ന് പറയാം. അത് ഉദാഹരണം ഖൈര് കുതിര പോലെ. കുതിര തിന്നാൻ പറ്റുമോ തർക്കമുണ്ട്. അത് സുർബിഹി അല്ലെങ്കിൽ കുടിക്കുന്ന കാര്യത്തിൽ എന്താണ് കുടി ഹലാലാവുന്ന കാര്യം തർക്കമുണ്ട്. കന്നവിധി മുന്തിരിങ്ങച്ചാറ് കുടിക്കാൻ പറ്റുമല്ലേ തർക്കം. ഔ ലുബ്സി അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നതിൽ ഏതുപോലൊക്കെ ജുലൂദി സിബായി പിടിമൃഗത്തിന്റെ തോല് പറ്റൂല തർക്കമുണ്ട്. ഔ കസ്ബി അല്ലെങ്കിൽ തൊഴിലെടുക്കൽ പറ്റുമല്ലേന്ന് ഏതുപോലൊക്കെ ഈനത്തി ഈനത്തിന്റെ വിൽപ്പന പോലെയാണ്. ഈനത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു വിലക്ക് പകരം ചരക്കിനെ വിൽക്കുക, എന്നിട്ട് അത് വാങ്ങിയിട്ട് മുസ്തരി വാങ്ങിയിട്ട് ബായിക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കുക. ഇങ്ങനെയുണ്ട് സംഭവം. ഇതാണ് ഈനത്ത്. ആദ്യം നല്ലൊരു വിലക്ക് വിറ്റിട്ട് അയാൾ മുസ്തരി വാങ്ങി ആ വിലയേക്കാൾ കുറവായിട്ട് ബായിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഇത് പറ്റുമല്ലേ എന്ന കാര്യം തർക്കമാണ്. ഇങ്ങനെ തർക്കമുള്ള കാര്യങ്ങളെ കൊണ്ടാണ് മുസ്തബിഹായതിന് അഹമ്മദ് ഇമാമും ഇസ്ഹാഖ് ഇമാമും അല്ലാത്തവരൊക്കെ വിശദീകരിച്ചത്. എന്താ കാരണം? ഹറാമിനെ ശക്തിപ്പെടുത്തുന്നതും ഹലാലിനെ ശക്തിപ്പെടുത്തുന്നതും ദലീൽ അതിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വിശദീകരിച്ചത്. അഹമ്മദ് മറത്തൻ മറ്റൊരവസരത്തിൽ ഈ മുസ്തബിയക്ക് അഹമ്മദ് ഇമാം വിശദീകരിച്ചത് ഇഖ്തിലാത്തിൽ ഹലാലി വൽ ഹറാമിനാണ്. ഹലാലും ഹറാമും കൂടിക്കലരുക എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അങ്ങനെയും വിശദീകരണമുണ്ട്. ഹുക്മു ഹാദാ അന്നഹു യുഖ്രിജു ഖദ്റൽ ഹറാമി. അപ്പൊ ഇതിന്റെ ഹുക്മ് ഹറാമിന്റെ ഖദ്ർ ഏതാണോ അതവൻ പുറപ്പെടുവിക്കണം. വയകുൽ ബാക്കിയ ബാക്കിയുള്ള തിന്ന എന്ത ഗസീരീന മിനൽ ഉലമായി. ഉലമാക്കള് അധിക ആളുകൾ പറയുന്നത് ഹറാം ഏതാണോ അതിന് ഒഴിവാക്കുക, ബാക്കി ഹലാല് കിട്ടും അത് തിന്നാണ്. സവാവുൻ കല്ലൽ ഹറാം കസുറ. ഹറാമായത് കുറയട്ടെ അധികമാവട്ടെ, എന്തായാലും വേണ്ടില്ല. വ മിനൽ മുസ്തബിഹി. ഇനി മുസ്തബിഹായതിൽപ്പെട്ടത് തന്നെയാണ് മുആമലത്തുമ്മൻ ഫീ മാലിഹി ഹറാമൻ. ഒരാള് അയാളെ സമ്പത്തിൽ ഹറാമുണ്ട്. അങ്ങനെ ഹറാമ് കൈവശം വെച്ച ഒരാളുമായുള്ള ഇടപാട്, വിൽപ്പന വാങ്ങൽ പോലെയുള്ള ഇടപാട്, ആ ഇടപാട് മുസ്തബിഹിൽപ്പെട്ടത് തന്നെയാണ്. അപ്പൊ എന്താണ് അവിടെ മാർഗം? ഇത്തരം ആളുകളുമായി ഇടപാട് നടത്താൻ അനുവദനീയമാണ് എങ്കിലും നിരുപാധികവും ഇങ്ങനെയുള്ള ഹറാമ് കയ്യിൽ വെച്ചിട്ടുള്ള ആളുകളോട് ഇടപാട് നടത്താതിരിക്കലാണ് വളരെ സൂക്ഷ്മത. വക്കീല പറയപ്പെടുന്നു വഅതമദുൽ ഗസാലിയോ, ഇമാം ഗസാലി തങ്ങൾ ഈ പറഞ്ഞതിനെ മുഅ്തമദാക്കിയിട്ടുമുണ്ട്. അപ്പോ ഇൻകാന അക്സറു മാലിഹിൽ ഹറാമ, അവന്റെ സമ്പത്തിൽ അധികവും നിഷിദ്ധമായതാണ് എങ്കിൽ ഹർമത്ത് മുആമലതുഹു, അവനോടുള്ള ഇടപാട് നിഷിദ്ധമാണ് എന്ന് ഇമാം ഗസാലി തങ്ങൾ ഈ പറഞ്ഞ വാക്കിനെ മുഅ്തമദാക്കി പറയുന്ന സ്ഥലത്ത് കൊടുത്തിട്ട്. അപ്പൊ തർക്കമുള്ളതായ കാര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അതാണ് സൂക്ഷ്മത ഈമാനും. സുമ്മൽ ഹസ്റു ഫി സലാസത്തി സഹീഹൻ. പിന്നെ ഇവിടെ ഹസ്ർ വെച്ചിട്ടുള്ളത് 3 കാര്യത്തിൽ സഹീഹാണ്. 3 ഇവിടെ ഹസ്ർ പറഞ്ഞിട്ടുള്ളത്. കാരണം നസ്സാക്കപ്പെട്ടതോ മുസ്ലിം ഉമ്മത്ത് ഇജ്മായിട്ടൊരു കാര്യത്തിന് പ്രവർത്തിയുടെ മേൽ ഇജ്മാവോ നസ്സോ ഉണ്ടെങ്കിൽ അത് ഹലാലാണ്. ഔ അലൽ മന്നി ജാസിമൻ ഫൽ ഹറാമു, ഇനി പാടില്ല എന്നതിന് ഉറപ്പായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഹറാമാണ്. ഔ സുഖിത്താനു, അല്ലെങ്കിൽ എന്തായി ആ കാര്യത്തെപ്പെട്ട് മൗനമാക്കപ്പെട്ടു. അല്ലെങ്കിൽ ഔ തആറള ഫീഹി നസ്സാനി, ഒരു കാര്യം അത് 2 നസ്സ് വന്നു എതിരായി. വലൻ യഅലമിൽ മുതഅഖിറു മിൻഹുമാ വലൻ യഅലമിൽ മുതഅഖിറു മിൻഹുമാ. ഈ 2 നസ്സ് ഏതാണ് മുന്തിയത് ഏതാണ് പിന്തിയത്? മുന്തിയതിനെ പിന്തിയതുകൊണ്ട് തള്ളപ്പെട്ട പിന്തിയത് എടുക്കാമായിരുന്നു. അതിന് മുന്തിയത് ഏത് പിന്തിയതെന്ന് അറിയില്ല. ഇങ്ങനെ വരുമ്പോൾ ഫൽ മുസ്തബിഹു. അപ്പൊ ഇങ്ങനെ 3 കാര്യത്തിൽ ഈ സംഖ്യ നടക്കും. ഹറാമ് വ്യക്തം, ഹലാല് വ്യക്തം,
രണ്ടിന്റെ ഇടയിൽ മുസ്തബീഹ്, ഇതല്ലാതെ വേറൊന്നുമില്ലല്ലോ. ഒരു കൗനിഹി അഷ്കല സലാസത്തു, ഈ പറയുന്ന 3 കാര്യം ഇത് 3 മിഷ്കാലാക്കിയത് കൊണ്ട് മസ്സത്തുൽ ഹാജത്തു ഇലാ മസീദി ബയാനി വ ഇളായിഹി, ഈ 3 ആണല്ലോ ഇവിടെ ഉള്ളത്, വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഈ 3 ഇഷ്കാലാക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോ അതിനെ വിശദീകരിക്കുന്നത് വിശദമാക്കണം. അപ്പൊ വിശദീകരണവും അതിന്റെ വ്യാഖ്യാനം കൂടുതലാവുക എന്നതിലേക്ക് ആവശ്യം തേടി വന്നു. ആ തേട്ടമുണ്ടായത് കൊണ്ട് വനപ്പോലും നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പറയാം. പറയപ്പെട്ടതിൽ നിന്ന് അറിയപ്പെട്ടു എന്ത്? അന്നൽ ഹലാലൽ മുത്ലഖ്, നിരുപാധികം ഹലാല്, മന്ദഫ അൻ ദാതിഹി സിഫാത്തുൽ മുഹറമ. അതെന്താന്ന് ചോദിച്ചാല് ആ ഹലാലിന്റെ ദാത്തിനെ തൊട്ട് മുഹരിമത്തായി ഹറാമാക്കാൻ പറ്റുന്ന ഒരു ഗുണങ്ങളും ഇല്ലാത്തതെന്ന്. ഹലാലായ സംഗതി എന്ന് പറഞ്ഞാൽ അതിനെ ഹറാമാക്കാൻ പറ്റുന്ന ഒരു ഗുണം അതിലില്ല. അങ്ങനെ വരുമ്പോൾ ഹലാല് മുത്തലഖായി. വാനസ്ബാബിഹി, അതിന്റെ കാരണങ്ങളെ തൊട്ട് മാ യജുറു ഇലാ ഖലലിഹി. അപ്പൊ അതിന്റെ കാരണങ്ങൾ തൊട്ട് ചോദിക്കുമ്പോൾ എന്താണ്, എങ്ങനത്തെ കാരണങ്ങൾ ചോദിച്ചാൽ ആ ഹലാൽ എന്തെങ്കിലും ഇടർച്ച വരുന്നുണ്ടോ ഇല്ലേ എന്നതിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരു കാരണവും അതിനില്ല, ഹറാമാക്കാൻ പറ്റുന്നൊരു ഗുണവും അതിനില്ല. ഇങ്ങനെയുള്ളതിനെ കൊണ്ട് ഹലാല് മുത്തലഖ് എന്ന് മനസ്സിലാക്കാമല്ലോ. ഒമിൻഹു, ഈ ഹലാൽ മുത്തലഖിൽ പെടും സയ്യിദുൻ, വേട്ടയാടപ്പെട്ടൊരു മൃഗം. തുഹ്തമില അന്നഹു സീദ വംബലത്ത് അൻ സായിദിഹി, ഒരു മൃഗം അത് സാധ്യമാകപ്പെടുന്നത് എങ്ങനെ? അതിന് വേട്ടയാടപ്പെട്ടു. വേട്ടയാടപ്പെട്ടതിന് ശേഷം അതിന് വേട്ടയാടിയ ഒരാളുണ്ടായിരുന്നു. അയാളെ തൊട്ട് ആ മൃഗം എന്തായി? മറഞ്ഞുപോയി. ഈ പറയുന്നത് ഹലാലിൽപ്പെടും. മൗത്തുൽ മൊയ്രി വന്തിഖാലുല വറസത്തിഹി, അതുപോലെ വായ്പ വാങ്ങപ്പെട്ടൊരു കാര്യം, അയാള് വായ്പ കൊടുത്ത ആള് മരിച്ചു, അങ്ങനെ സാധ്യത ഉണ്ടാവുകയും ആ വായ്പ പിന്നെ നീങ്ങുന്ന ആരിലേക്കാണ്? വായ്പ കൊടുത്ത ആളുടെ അനന്തരാവകാശിയിലേക്ക് നീങ്ങാം. ഇതും ഈ ഹലാലിൽപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ സഹാദ മുസ്തബിയാൻ, ഇതെന്താ മുസ്തബി അല്ലല്ലോ. മുസ്തബി അല്ലെങ്കിൽ പല വറവിൽ അമൽ ബിദാലിക്കൽ എഹ്തിമാൽ, അത്തരമൊരു എഹ്തിമാൽ വെച്ചുകൊണ്ട് അമൽ ചെയ്ത് വല്ല സൂക്ഷ്മ പ്രവർത്തിക്കേണ്ടതുണ്ടോ? പറയില്ല. എന്തുകൊണ്ട്? അന്നഹു ഹവസ്, അത് ഹവസാണ് എന്നാണ്. ഹവസ്. അപ്പൊ അതിന്റെ ഹവസ് എന്താ? അതിന്റെ അർത്ഥം പിന്നെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം അതിമേറ്റുള്ള ആദി വിഷയിൽ ഒരു നിരക്കും ഒന്നുകൊണ്ടും അതിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തോടുകൂടെ അന്നൽ അസ്ല അതുമു, അടിസ്ഥാനപരമായി നോക്കുമ്പോ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ലന്നെ. പിന്നെ ഇന്നമൽ മുസ്തബിഹുല്ലദീ യതജാദബുഹു സബബാനി മുതആരിദാനി യുഅദ്ദിയാനി ഇലാ വുഖൂഇ തറദ്ദുദി ഫീ ഹില്ലിഹി വഹിർമതി കമാ മറ. പിന്നെ മുസ്തബിഹായതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 2 കാരണങ്ങൾ. ആ 2 കാരണങ്ങൾ വൈരുദ്ധ്യമായതാണ്. വൈരുദ്ധ്യമായിരിക്കുന്ന 2 കാരണങ്ങൾ അതിനെ വലിച്ചുകൊണ്ട് വരികയും അവസാനം അത് ഹലാലാണോ ഹറാമാണോ എന്നതിലേക്കുള്ള ഇടയാറ്റം സംഭവിക്കുക എന്നതിലേക്ക് കൂട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് എന്ത് പറയാനുള്ളത്? മുസ്തബിഹായതി എന്ന് പറയാറുണ്ട്. കമാ മറ, മുമ്പ് പറഞ്ഞതുപോലെ അത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹറാമിനെ കുറിച്ച് വിശദീകരിക്കാം.